പശ്ചിമ ബംഗാളിൽ അനധികൃതമായി താമസിക്കുന്നവർക്കെതിരെ പുതിയ ബിജെപി സർക്കാർ നടപടികൾ കടുപ്പിച്ചതോടെ നൂറുകണക്കിന് സ്വദേശികൾ കൂട്ടത്തോടെ രാജ്യം വിടാൻ അതിർത്തികളിലേക്ക് ഒഴുകുന്നു. കള്ളന്മാരുടെയും അനധികൃത കുടിയേറ്റക്കാരെയും കണ്ടെത്തി പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാരിന്റെ ഡിറ്റക്ട് ഡിലീറ്റ് ഡീപ്പോർട്ട് നയം കർശനമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ കൂട്ടപലായനം. സംശയത്തിന് നിഴലിലുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും ഉടനടി ഇന്ത്യ വിട്ടുപോകണമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി മുന്നറിയിപ്പ് നൽകി. കല്യാണിയിൽ നടന്നൊരു യോഗത്തിനു ശേഷം സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണം. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ സർക്കാരിന് ചെയ്യേണ്ടി വരുന്നത് ചെയ്യും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടാതെ തടങ്കലിൽ കഴിയുന്നവരെ തിരികെ അയക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി മാൾഡ, മുർഷിദാബാദ് ജില്ലകളിൽ 2 പുതിയ തടങ്കൽ പാളയങ്ങൾ തുറന്നതിന് തൊട്ടുപിന്നാലെയാണ് അതിർത്തികളിൽ ജനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത്. നോർത്ത് 24 പാർഗനാസ് ജില്ലയിലെ ബിദാരി ഹക്കംപൂർ അതിർത്തി വഴിയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ ജനക്കൂട്ടം ബംഗ്ലാദേശിലേക്ക് മടങ്ങാനെത്തിയത്. ഇന്ത്യയിൽ തുടരാൻ ആവശ്യമായ രേഖകളില്ലാത്തതിനാൽ തടങ്കൽ പാളയങ്ങളിൽ അകപ്പെടുമോ എന്ന ഭയത്തിലാണ് പലരും സ്വമേധയാ രാജ്യം വിടാൻ തീരുമാനിച്ചത്. കൊൽക്കത്തയിലെ നിർമ്മാണ മേഖലകളിലും ഹോട്ടലുകളിലും ഗാർഹിക ജോലികളിലും ഏർപ്പെട്ടിരുന്നവരാണ് മടങ്ങുന്നവരിൽ ഭൂരിഭാഗവും. മതിയായ രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഇവരെ BSF ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഇവരെ ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയ്ക്ക് ഔദ്യോഗികമായി കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അനധികൃതമായ അതിർത്തി കടന്നെത്തിയ ബംഗ്ലാദേശികളെ കോടതികളിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല എന്നും പോലീസിന് ഇവരെ നേരിട്ട് BSFന് കൈമാറാമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി കരാർ പ്രകാരം BSF ഇവരുടെ പൗരത്വം സ്ഥിരീകരിച്ച ശേഷം അപ്പുറത്തുള്ള അധികാരികൾക്ക് കൈമാറും. അനധികൃത കുടിയേറ്റക്കാരെ ജയിലുകളിൽ പാർപ്പിച്ച അവർക്ക് ഭരണകൂടത്തിന്റെ ചെലവിൽ ഭക്ഷണവും വസ്ത്രവും മരുന്നും നൽകുന്നതിൽ അർത്ഥമില്ല. ഇവരെ നാടുകടത്താനുള്ള നിയമം ഇവിടെ നേരത്തെ തന്നെയുണ്ട്. എന്നാൽ മുൻപ് ചിലർ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി അത് നടപ്പാക്കിയില്ല. ഞങ്ങൾ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും താൽപര്യം മുൻനിർത്തി നിയമം കർശനമായി നടപ്പാക്കുകയാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.